തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. നാളെ കലാശക്കൊട്ടാണ്. രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അതിൽ കേരളവുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ആവേശകരമായ പ്രചാരണത്തിന്റെ വിവരങ്ങൾ ഞങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിക്കുന്നുണ്ട്. ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കൾ പ്രചാരണത്തിനായി എത്തുകയും ചെയ്യുന്നു. നമ്മൾ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് ഇന്ന് സംഭവിച്ചതിൽ. ആദ്യം പോകുന്നത് സലിം മാലിക്കിലേക്ക്. സലിം തത്സമയം ചേരുന്നത്. സലിം, ഏത് മണ്ഡലത്തിൽ നിന്നാണ് തത്സമയം? തിരുവനന്തപുരമാണോ? എനിക്കത് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ വിവരങ്ങളാണോ സലിം നൽകാൻ പോകുന്നത്? അനുജ, തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആവേശം അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആര് മുന്നിൽ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു അതിഗംഭീരമായ ഒരു ത്രികോണ പോരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ശശി തരൂർ തന്നെ ഒരു UDF BJP പോരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ശശി തരൂർ പോലും അത് പറയുന്നില്ല. കാരണം ആ നിലയിൽ കളം LDF പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJP UDF ഈ 15 വർഷമായി കാത്തുസൂക്ഷിക്കുന്ന കോട്ട പൊളിക്കാൻ കഴിയുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ്. UDF ആവട്ടെ അത് നിലനിർത്തും എന്നുള്ള നിലയിലാണ്. അങ്ങനെ ആവേശം അതിന്റെ പരമാവധിയിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട നേതാക്കളും തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തുകയും ചെയ്തു. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിർണായകമാവുക തീരദേശ വോട്ടുകളാണ്. ആ തീരദേശ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഒരു പ്രധാനപ്പെട്ട വിജയസാധ്യത. അതിൽ UDF-ഉം LDF-ഉം ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് BJP ആദ്യഘട്ടത്തിൽ തീരദേശം മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രചരണം നടത്തിയിരുന്നു. ആ നിലയിൽ തീരദേശ പ്രദേശങ്ങളിൽ BJP വളരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആദ്യ റൗണ്ട് പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആത്മവിശ്വാസമൊക്കെ BJP നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അപകടം മണത്തുകൊണ്ട് തന്നെ UDF LDF ക്യാമ്പുകൾ ഈ പ്രദേശത്ത് കാര്യമായി ശ്രദ്ധ ചെലുത്തുകയും ഇപ്പോൾ രണ്ടു കൂട്ടരും ആ മേഖലകളിൽ അവർക്കുണ്ടായിരുന്ന എതിർവികാരത്തെ മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ തീരദേശത്ത് എന്ത് സംഭവിക്കുന്നു എന്നതുപോലും ഒരു വലിയ സസ്പെൻസായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല തലസ്ഥാനത്തെ ഒരു ജാതി സമവാക്യങ്ങൾ വളരെ നിർണായകമായ ഒരു അപ്പർ ക്ലാസ് വോട്ട് ബാങ്ക് കൂടുതലുള്ള തലസ്ഥാനത്ത് ആ നിലയിലുള്ള വോട്ട് എവിടേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശശി തരൂർ നേടിയിരുന്ന ആ വോട്ട് ഇത്തവണ ശശി തരൂരിന് തന്നെ കൃത്യമായി പോൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോഴും ഈ മണ്ഡലത്തിൽ കാണാനില്ല ശശി തരൂരിനെ, വികസനം എത്തിച്ചിട്ടില്ല എന്നൊരു വലിയ ആരോപണം BJP-യും LDF-ഉം ആദ്യഘട്ടം മുതൽ ഉയർത്തിയിരുന്നു. പക്ഷേ അതിനെ ഒരു പരിധിവരെ മറികടക്കാൻ തരൂരിനായിട്ടുണ്ട് എന്നുള്ളതും UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് നേതാക്കളുമായുള്ള പ്രശ്നങ്ങൾ, ചില പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ ശശി തരൂർ നേരിട്ടിരുന്നു. പക്ഷേ അതിനെ വളരെ വേഗം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്. അതേസമയം ഏറ്റവും അവസാനമാണ് ഇവിടേക്ക് എത്തിയതെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വളരെ വേഗത്തിൽ കളം പിടിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ BJP-ക്ക് ഇത്തവണ ഇവിടെ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ BJP-യും മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മോദിയുടെ ഗ്യാരണ്ടി എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരാൾ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഈ മേഖലകളിലൊക്കെ ഈ ശശി തരൂരിനും ഒപ്പം LDF-നും എതിർവികാരമുണ്ടായിരുന്ന മേഖലകളിലൊക്കെ വളരെ വേഗത്തിൽ കടന്നുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. അവിടെയൊക്കെ ഓരോ ആളുകളോടും അതത് മേഖലകളുടെ വിഷയത്തിൽ ഉറപ്പ് നൽകുകയും ചില സ്ഥലങ്ങളിൽ ഈ തീരദേശ പ്രദേശങ്ങളിൽ അവിടെ പുലിമുട്ട് നിർമ്മിക്കാമെന്നതിന്റെ ഒരു ഉത്തരവിന്റെ പകർപ്പടക്കം കൊണ്ട് അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നതുമൊക്കെ കണ്ടതാണ്. ആ നിലയിൽ അത്തരത്തിലുള്ള ഈ കേന്ദ്രമന്ത്രിയാകും എന്നതുൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ വോട്ടാകും. മാത്രമല്ല ശശി തരൂരിന് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന അപ്പർ ക്ലാസ് വോട്ടുകൾ ഉൾപ്പെടെ ഇത്തവണ തനിക്ക് ലഭിക്കും എന്നൊരു വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 2 തവണയും മൂന്നാമതായി പോയ LDF, പ്രത്യേകിച്ച് CPI, അതിൽ CPM-ന്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടാതിരുന്നതാണ് തങ്ങൾ മൂന്നാമതാകാനുള്ള എന്നൊരു വിലയിരുത്തൽ CPI-ക്കുള്ളിൽ തന്നെ കഴിഞ്ഞ 2 തവണയും ഉണ്ടായിരുന്നു. ആ വോട്ടുകളൊക്കെ തന്നെ വീണ്ടും ഇത്തവണ LDF-ലേക്ക് തന്നെ വരുമെന്നൊരു ഉറപ്പ് LDF-ന്റെ ഭാഗത്ത് നിന്ന് പന്ന്യൻ രവീന്ദ്രനും CPI-ക്കൊക്കെ വലിയ ആത്മവിശ്വാസമായി ഇപ്പോഴുണ്ട്. കാരണം പന്ന്യൻ രവീന്ദ്രൻ എല്ലാവർക്കും സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന നിലയിൽ അവർ CPIM-ന്റെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ CPIM പ്രവർത്തകരും പന്ന്യൻ രവീന്ദ്രനെ കാണുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഏറ്റവും അവസാന ഒടുവിൽ BJP ജയിക്കുന്നു എന്നൊരു ട്രെൻഡൊക്കെ വരുമ്പോൾ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടക്കുന്നു എന്നൊരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതൊന്നും ഇത്തവണ ഉണ്ടാവില്ല. LDF-ന്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രന് അതല്ലാതെ തന്നെ സമാഹരിക്കാൻ കഴിയുന്ന നിഷ്പക്ഷ വോട്ടുകളുണ്ട്. അതുകൂടി ലഭിച്ചതോടുകൂടി 3ാം സ്ഥാനത്ത് നിന്ന് വളരെ വേഗത്തിൽ 1ാം സ്ഥാനത്തിലേക്ക് കുതിച്ചുയരാൻ കഴിയും എന്നുള്ളതാണ് LDF-ന്റെയും ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന് പരമായി പല ദേശീയ നേതാക്കളും LDF-ഉം ഒപ്പം BJP-യും UDF-ഉം ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ദേശീയ നേതാക്കളുടെ ഒരു വലിയ നിരയായിരുന്നു. മാത്രമല്ല ഒരു താരമണ്ഡലം എന്ന നിലയിൽ ഒരു കാടിളക്കിയുള്ള പ്രചരണം കണ്ട നാളുകളാണ് കടന്നുപോയത്. അതിനൊടുവിലാണ് നാളെ കൂടി കഴിയുമ്പോൾ
കഴിയുമ്പോൾ നാളെ മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ സച്ചിൻ പൈലറ്റ് തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവാണ് നാളെ സമാപിക്കുന്നത്. അതിന്റെ ആവേശം അതിന്റെ ഏറ്റവും പരമാവധിയിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തുടക്കം പറയുമ്പോൾ, ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു എഡ്ജ് വേണമെങ്കിൽ നമുക്ക് പ്രവചിക്കാമായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ അതല്ല സ്ഥിതി. ആർക്കും ഒരു എഡ്ജും പ്രവചിക്കാൻ കഴിയാത്ത അത്രയും നെക്ക് ടു നെക്ക് ത്രികോണ പോരാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അനുജ.